നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ വിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബഹുമാന്യരെ, ആലപ്പുഴ ഭാഗത്ത് ഒരു പെൺകുട്ടി എല്ലാ ദിവസവും ഒഴിവു സമയത്ത് സൈക്കിൾ വിട്ട് അയൽവക്കത്ത് വീട്ടിൽ പോയി കുശലാന്വേഷണം നടത്താറുണ്ട് എന്നൊക്കെ പറയുന്നു. ആ കുട്ടി കഴിഞ്ഞ ദിവസം സൈക്കിൾ എടുത്ത് പോന്ന് ഒരു വെള്ളക്കുഴിയിൽ വീണ് മരിച്ചാണ് കിട്ടിയത്. അങ്ങേറ്റം ദുഃഖമുണ്ട്. അതിൻ്റെ ഒരു മറുവശം ഞാൻ പറഞ്ഞ ഞാൻ ഉൾപ്പെടെ എൻ്റെ രക്ഷകർത്താക്കളോടോ അല്ലെങ്കിൽ അച്ഛനമ്മമാരോട് പറയണം, മക്കളെ ഉണ്ടാക്കാൻ മാത്രം ശ്രമിച്ച പോരാ, വളർത്താനും ശ്രമിച്ച പോരാ, സംരക്ഷണം കൂടി കൊടുക്കണം. ഒരു കൊച്ചു പെൺകുട്ടി 4-5 വയസ്സാണ് പെൺകുട്ടി, അവിടെ പാട്ടൊക്കെ പാടിയൊക്കെ പാട്ടൊക്കെ കിട്ടിയത് അങ്ങനെ സ്വതന്ത്രമായിട്ട് പോകട്ടെ, ഞാനത് കുറ്റപ്പെടുത്തല്ല. പക്ഷേ പ്രത്യേകിച്ച് ഈ സീസണിൽ മഴക്കാലത്ത് തോടും കുളമൊക്കെ നിറഞ്ഞു കിടക്കുമ്പോൾ, മതിൽക്കെട്ടില്ലാത്ത തോടിൻ്റെ തീരത്തോടി പോകുമ്പോൾ ഈയിടെ വീട്ടുകാർ രക്ഷകർത്താക്കൾ ഇപ്പോൾ ജീവിച്ചിരിക്കാനുള്ള ദുഃഖമാണ് ഞാൻ പറയുന്നത്. വിഡ്ഢികളെ, നിങ്ങൾ മക്കളുണ്ടാക്കാൻ മാത്രം പഠിച്ചാൽ പോരാ. എടോ, മുസ്ലിം പെൺകുട്ടിയാണ്. ഇസ്ലാമിൽ ആദ്യം പറയുന്നത് എന്താ പറയുന്നത്? സൂക്ഷ്മതയാണ്. ഞാൻ എല്ലാ കഷ്മണരും പറയാണ്, മുസ്ലിങ്ങളോട് പ്രത്യേകിച്ച് പറയാണ്, ഇസ്ലാമിൽ ആദ്യം പറഞ്ഞ ഈമാൻ എന്ന് പറയുന്നത് ഒപ്പം തന്നെ സൂക്ഷ്മത പാലിക്കുകയാണ്. അത് ഈമാൻ്റെ ഭാഗമാണ്. വാട്ട് ഈസ് മീൻ ബൈ ഈമാൻ? വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. ഒരു 4-5 വയസ്സുള്ള കുട്ടി സൈക്കിൾ കൊടുത്ത് വിടുമ്പോൾ എന്ത് സുരക്ഷയുണ്ട്, എന്ത് സൂക്ഷ്മക്കാര്യത്തിലുണ്ടെന്ന് ഈ വിഡ്ഢി കോമനങ്ങൾക്ക് മനസ്സിലായോ? എന്ത് കാക്കാന്മാരോട്, എന്ത് മുസ്ലിങ്ങളോടോ നിങ്ങൾ ഹദീസും ഹദീസും പ്രവാചകവചനമൊക്കെ പഠിക്കുക. നിങ്ങൾ എന്തൊരു ഖുർആനിൽ അല്ലെങ്കിൽ എന്തൊരു നബി വചനം ആദ്യമായിട്ട് നിങ്ങൾ സൂക്ഷ്മത പാലിക്കുന്ന ഖുർആനും പറയുന്നത് അത് തന്നെ നബി വചനമുണ്ട്. ലോകം അംഗീകരിച്ച കാര്യം അതിനാണ്. സേഫ്റ്റി ഫസ്റ്റ് എന്ന് പറയുന്നില്ലേ? കമ്പനികളിലൊക്കെയാണ് നിങ്ങൾ സുരക്ഷയാണ് ആദ്യം, ബാക്കി രണ്ടാം കാര്യം. സേഫ്റ്റി ഫസ്റ്റ് ഒബേ മൈ ഓർഡർ ഫസ്റ്റ്, സെക്കൻഡാണ് മറ്റു കാര്യം. പോലീസുകാരും പറഞ്ഞത് അത് നിങ്ങൾ എൻ്റെ ഓർഡർ മാനിക്കൂ എന്നുള്ള അത് ചെയ്യണമെന്ന് വിനീത വിഭജിക്കാരി സങ്കടം ഉണ്ടാകും കുഞ്ഞിൻ്റെയൊക്കെ ഫോട്ടോ കാണുമ്പോൾ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളൊക്കെ പറഞ്ഞത്. നിങ്ങൾക്ക് ഇഷ്ടക്കുറവുണ്ടായിട്ടില്ല, ഞാൻ നിങ്ങൾ കണ്ടിട്ട് പോലുമില്ല, പേര് പോലും എനിക്കറിയില്ല. എങ്കിലും മറ്റു രക്ഷകർത്താക്കൾ ശ്രദ്ധിക്കണം. മറ്റൊന്ന്, രാഹുൽ ഗാന്ധിയെക്കുറിച്ച്, രാജീവ് ഗാന്ധിയെക്കുറിച്ച്, പിന്നീട് സോണിയാഗാന്ധിയെക്കുറിച്ച് പറയാതെ വയ്യ. AICC നടന്ന ഈ മണ്ടത്തരം ഇതാദ്യമല്ല. കഴിഞ്ഞ സ്വാതി ദിനത്തിൽ AICCയിൽ വന്ദേ മാതരം മുഴുവൻ പാടി. അത് മുഴുവൻ പാടലെന്ന് സോണിയാഗാന്ധി കയ്യും കാലും കാണിച്ചൊക്കെ പറഞ്ഞത്. അപ്പോൾ അതിന് പറഞ്ഞു അത് ഗാർഗിക്ക് കസേര കൊടുക്കാനാണ്. വന്ദേ മാതരം പാടുമ്പോൾ കസേര എന്ത് ഈ സൂക്ഷ്മത വാക്കിന് ആദ്യം സൂക്ഷ്മത കുറവാണ്. ഞാനൊക്കെ കാൻഷാമിൻ്റെ കീഴിൽ വളർന്ന ഒരു പാർട്ടി പ്രവർത്തനമാണ്. കാൻഷാമിൻ്റെ ഒരു പരിപാടി നടത്തുമ്പോൾ അവിടെ ചെന്ന് അതിൻ്റെ മേക്കൊക്കെ ടെസ്റ്റ് ചെയ്ത് കൊടി കയറ്റാണെങ്കിൽ കൊടിയൊക്കെ കയറ്റി ട്രയൽ എടുത്ത് റൂമിൽ താമസിക്കെടുത്ത് പോയിട്ട് പിന്നെ കൃത്യസമയം അവ കയറി വരും. കൂൾ മൈൻഡായിട്ട്, ടെൻഷൻ ഇല്ലാതെ. ഇത് ഈ സോണിയാഗാന്ധി കഴിഞ്ഞ കുറച്ചാൾ മുമ്പ് ഒരു പതാക ഉയർത്തി പോസ്റ്റിലെ പാതിയപ്പോൾ കെട്ടേപാടെ പുറത്തേക്ക് പോയി, തള്ളിപ്പോയി. അപ്പോൾ ഒന്ന് നേരത്തെ വന്ന് ഒരു പരീക്ഷ അല്ലെങ്കിൽ ഒരു ട്രയൽ നടത്തിയതെങ്കിൽ വലിയ കുഴപ്പമുണ്ടോ? ഇതാ പറഞ്ഞത്, നിങ്ങൾക്ക് അർഹതപ്പെട്ട സ്ഥാനത്തല്ല നിങ്ങൾ ഇരിക്കുന്നത്. അർഹതപ്പെട്ട സ്ഥാനത്താണെങ്കിൽ അതിൻ്റെ വില നിങ്ങൾക്കറിയാൻ മനസ്സിലാകും. സോണിയാജി, നിങ്ങൾക്ക് AICCയുടെ പ്രസിഡന്റായിരിക്കാൻ അല്ലെങ്കിൽ കോൺഗ്രസ് തലപ്പത്തിരിക്കാൻ എന്ത് യോഗ്യതയാണ്? അതല്ല ഈ മണ്ടത്തം കാണിക്കുന്നത്. യോഗ്യത ഉള്ളിൽ അധ്വാനിച്ച് കിട്ടിയ സീറ്റൊക്കെ നിങ്ങൾ പരമാവധി ശ്രദ്ധിക്കും. ഇത് നിങ്ങൾ വെറുതെ എവിടെ കിട്ടിയതാണ്, കയ്യിലേക്ക് കൊണ്ടി കൊടുത്താണ്. എന്ത് യോഗ്യതയുടെ കയ്യിലേക്ക് കൊണ്ടി കൊടുക്കുക? കാരണം അന്ന് രാജീവ് ഗാന്ധി മരിച്ചപ്പോൾ സോണി തന്നെ അവിടെ പറഞ്ഞ് എൻ്റെ നാട്ടിൽ ചില വിഡ്ഢികൾ കൊണ്ടിട്ട് സോണിയക്ക് വേണ്ടി ഇംഗ്ലണ്ട് വിളിച്ചോണ്ട് സോണിയക്ക് ഇംഗ്ലണ്ട് വിളിച്ചു. പക്ഷെ ആ സോണിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തലപ്പത്ത് വന്നുകൊണ്ട് മാത്രമാണ് കോൺഗ്രസ് ഇത്രയും ക്ഷീണിച്ചും BJP ഇത്ര പെട്ടെന്ന് അധികാരത്തിൽ വന്നത്. ഇതാർക്കും മനസ്സിലാകുന്നുണ്ടോ? കാരണം ഇതുപോലെ ഓരോ മണ്ടത്തരാണ്. അന്ന് പാടുന്ന എന്താ നേരത്തെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, അത് എവിടെയാണ് തെറ്റ് തിരുത്തുക. അല്ല ഇതങ്ങോട്ട് ആൾ വിളിച്ചു പറയും, ചെല്ല് കയറി ഇരിക്കും, പൊക്കും ആടും. അപ്പോൾ എന്നാൽ കൊടി പൊക്കി, കൊടി സുരക്ഷ അല്ലായത് പകുതി പൊക്കിയപ്പോൾ കൊട്ട പോയി, കൊടിയും പൂവൊക്കെ താഴെ പോന്നു.
ഇതുപോലെ മണ്ടത്തിലും കാണിക്കുന്ന നിങ്ങൾക്ക് എങ്ങനെയാണ് ഇന്ത്യയിൽ ഭരിക്കാൻ പോകുന്നത്? BJPയുടെ പയ്യിൽ അധികാരം കയറാൻ പോകുന്നത്? ഇതൊക്കെ പറയാതിരിക്കാൻ പറ്റില്ല. കോൺഗ്രസ് വിമർശിക്കുന്നതും സോണിയാഗാന്ധി വിമർശിക്കുന്ന നമുക്ക് സങ്കടമുണ്ട്. പക്ഷെ മണ്ടത്ത് കാണിച്ചാൽ പറയട്ടെ, അല്ലെങ്കിൽ പിന്നെ സ്നേഹമുള്ളവരെ പറയുള്ളൂ, അല്ലാതെ പറയില്ല. നമുക്ക് പാർട്ടിയോട് സ്നേഹമുണ്ട്, സോണിയോട് ഉണ്ട്. ഞാൻ വീണ്ടും പറയാണ്, ആ കൊടി ഉയർത്തുന്നതായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണ്ടല്ലേ? അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് PA കൊണ്ടെങ്കിൽ വിട്ട് അയാൾക്കെങ്കിലും ബോധ്യം വേണ്ടല്ലേ? ചെയ്തില്ല. ഇത് വന്ദേ മാതരം മുഴുവൻ പാടി. അപ്പോൾ കണ്ണും കാലും കൈയും എടുത്തിട്ട് കാര്യമുണ്ടോ? ആ നേരത്തെ വന്ന് നോക്കണ്ടേ? അല്ലെങ്കിൽ വരാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾക്കൊരു PA ഉണ്ടാവുമല്ലോ, അസിസ്റ്റൻ്റ് ഉണ്ടാവുമല്ലോ, അവനെ കൊണ്ടെങ്കിൽ വന്നത് ഒന്ന് ചെയ്യേണ്ടതോ? എന്നാണ് കിടും പ്രശ്നം. ജനങ്ങൾ തിരിഞ്ഞു പോയില്ലേ? വന്ദേമാരം പാടുന്ന ഒരു പറയും, അവസാനം AICC ഓഫീസ് വന്ദേമാരം ഫുൾ പാടിയത്. ഇനി എന്താ BJP കുറ്റം പറയാൻ പറ്റുമോ? RC കുറ്റം പറയാൻ പറ്റുമോ? ഇതൊക്കെ ഈ കോൺഗ്രസ്, ഈ കത്തോലിക്ക കോൺഗ്രസ്, ഈ സോണിയ കോൺഗ്രസുമാണ് ഇന്ത്യയിൽ ഇത്രയും പെട്ടെന്ന് BJP അധികാരത്തിൽ കയറ്റുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഇപ്പോഴും കോൺഗ്രസ് ചില മണ്ടന്മാർക്ക്, പ്രത്യേകം മുസ്ലിം മണ്ടന്മാർക്ക് അത് മനസ്സിലാകുന്നില്ല. സോണിയ നമുക്ക് രാജാവ് ദൈവമായിട്ടാണ്. ഇതെന്ത് കിട്ടി? 10 വർഷം മൻമോഹൻ സിംഗിന് അധികാരത്തിൽ കയറ്റി. ഇത്രയും കുഴപ്പമായിട്ടിപ്പോൾ എന്തെങ്കിലും ചില ഈ അന്തോണിയും സോണിയും കൂടി എന്തെങ്കിലും അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയോ? അതിൻ്റെ പോരായ്മ മനസ്സിലാക്കിയോ? ഇത്രയും വലിയ അഴിമതി ആരോപണം വന്ന് കൃത്രിമാണെന്നൊക്കെ പറയും ചെയ്ത്. അഴിമതി ആരോപണം കൊടുക്കുന്ന ആ പത്രപ്രവർത്തകൻ പിന്നീട് പറയും ഞാനത് കൃത്രിമം ഉണ്ടാക്കിയത് കോൺഗ്രസ് താഴെ ഇറക്കാൻ വേണ്ടിയാണ്. കോൺഗ്രസ് താഴെ ഇറങ്ങിയപ്പോൾ എല്ലാം തീർന്നു പ്രശ്നം. അതാ പറഞ്ഞു, നമ്മൾ കസേലിരിക്കും, അധികാരമുള്ള മാത്രം വിലയുള്ളൂ. അധികാരം ഇല്ല ഒരു പരാതി ഉണ്ടാവില്ല. ഇപ്പോൾ CM സതീഷ് എൻജിയാണ് അദ്ദേഹത്തെ കുറ്റം പറഞ്ഞാൽ അതേ CM ആയിട്ടാ. ഇത് പറഞ്ഞില്ലല്ലോ. കാര്യം പിണറായി പറഞ്ഞു CM ആയിട്ടാ, അച്യുതാനന്ദൻ പറഞ്ഞു CM ആയിട്ട്, കാനഡി പറഞ്ഞു CM ആയിട്ടാണ്, അന്തോണി പറഞ്ഞു CM ആയിട്ടാണ്. ആ സ്ഥാനത്തിരിക്കുക പ്രതിഷേധം വരുന്നത്, അംഗീകാരം ഉണ്ടെങ്കിൽ അതുപോലെ അവകാശം ഉണ്ടെങ്കിൽ അതുപോലെ പിന്നെ എന്തുണ്ട്, കടമയുണ്ട്. അതാണ് AICC ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇന്ത്യ മഹാരാജ്യത്ത് ഇങ്ങനെ കൊലക്ക് കൊടുക്കല്ലേ, അതാ പറയാനുള്ളത്. ഞാൻ വേറൊരു കാര്യം പറയുന്നത്, ഇന്നൊരു യൂട്യൂബ് ചാനൽ പറഞ്ഞ് കേരളത്തിലെ ആദ്യത്തെ മുസ്ലിം പള്ളി കൊടുങ്ങല്ലൂർ ചെയർമാൻ മസ്റ്റാണ്. ഭാഗ്യമായിട്ടത് ശരിയാണ്, പക്ഷെ ഫുള്ളായിട്ടത് ശരിയല്ല. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഇസ്ലാമിക് മുസ്ലിം പള്ളിയാണ് പിന്നെ കൊടുങ്ങല്ലൂർ ചെയർമാൻ മസ്ജിദ്. അപ്പോൾ യൂട്യൂബുകാരൊക്കെ അധ്യാപകരെ പോലെയാണ്. വീട്ടിൽ വന്ന് കുട്ടി പറയാണ് എൻ്റെ ടീച്ചർ പറഞ്ഞത് 4 4 8 7 പറഞ്ഞാൽ കുട്ടി അത് വിശ്വസിക്കും. അപ്പോൾ അച്ഛനും അല്ലെങ്കിൽ അമ്മയും പറയും 4 4 8 പറഞ്ഞാൽ കുട്ടി സമ്മതിക്കില്ല. ഞങ്ങളുടെ ടീച്ചർ പറഞ്ഞത് അങ്ങനെയാണ്. കാരണം ടീച്ചർക്ക് കുട്ടിയോട് അത്രയും ബന്ധമുണ്ട്, ഉത്തരവാദിത്തമുണ്ട്. അതുപോലെ യൂട്യൂബർമാർക്കൊക്കെ ഉത്തരവാദിത്തമുണ്ട്. നിങ്ങൾ പറയുന്ന ഓരോ പോയിന്റും കറക്റ്റായിരിക്കണം, തെറ്റ് വരാൻ പാടില്ല. പ്രത്യേകിച്ച് ഗ്രാമണിക്കൽ മിസ്റ്റേക്ക് ആണെങ്കിൽ പോട്ടെ നിൽക്കുക. കണക്കുകൾക്ക് പറയുമ്പോൾ ഇതുപോലെ പറയുമ്പോൾ വരാൻ പാടുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതിൽ വേറൊരു കാര്യം, ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടി അക്ഷരസ്പർശയോടി അച്ചടി ഭാഷയിലൊക്കെ പറയുന്നത് മനോരമയേക്കാൾ മാതൃഭൂമിയാണ്. കാരണം അവരുടെ ഭാഷ സാഹിത്യം നായർ ഭാഷയ്ക്ക് നമ്മൾ തീരുന്ന ഭാഷ നല്ല ഭംഗിയുള്ള ഭാഷയാണ്. ആ മാതൃഭൂമിയോട് പോലും പറയാണ് സ്നേഹത്തിൻ്റെ ഭാഷ. നിങ്ങൾ പത്രം നേരത്തല്ലേ പോലീസ് മർദ്ദനമേറ്റ് ഒരു തൊഴിലാളി മരിച്ചു, അല്ലെങ്കിൽ യാതൊരു യാത്രക്കാരൻ മരിച്ചു പോകുകയല്ലേ? പോലീസ് മർദ്ദനമേറ്റ് എങ്ങനെയാണ് മരിക്കുന്നത്? പോലീസിൻ്റെ മർദ്ദനമേറ്റതാണ്. വാസ്തവത്തിൽ വ്യംഗ്യാർത്ഥം നോക്കുകയാണെങ്കിൽ ശരിയാണ്, പോലീസ് നല്ലതുകൊണ്ട് മരിച്ചു തന്നെയാണ്, ആൾക്കാർ മനസ്സിലാക്കും. എന്തിനാ സംശയിക്കണ? ഊഹമാണ്, വ്യക്തപ്പെടുന്നത്. പോലീസിൻ്റെ മർദ്ദനമേറ്റ് യാത്രക്കാരൻ മരിച്ചു. അതിൽ ഭാഷാ പ്രയോഗവും ഭാഷാ ശൈലിയും, പ്രത്യേകിച്ച് മാതൃഭൂമി പോലെ പത്രക്കാർ ശ്രദ്ധിക്കുക. എത്ര നാളായി, നൂറ്റാണ്ടായില്ലേ? ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പറയണ്ടോ? പോലീസ് മർദ്ദനമേറ്റ് നാട്ടുകാരൻ മരിച്ചു, അല്ലെങ്കിൽ യാത്രക്കാരൻ മരിച്ചു, അല്ലെങ്കിൽ തൊഴിലാളി മരിച്ചു. അതുപോലെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ പോലും തിരുത്തുമ്പോഴേ നിങ്ങളുടെ പെർഫെക്റ്റ് ആവുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ ഈ മുഖ്യമന്ത്രി സതീശനോട് ഒരു കാര്യം പ്രത്യേകം പറയാം, അത് ശ്രദ്ധിച്ച് കേൾക്കണം. ഇവിടെ പൊതുമേഖല സ്ഥാപനങ്ങൾ വിറ്റ് തുലയ്ക്കാൻ വേണ്ടി ഒരു വകുപ്പ് ഉണ്ടാക്കി വാജ്പേയി. അങ്ങനെ പ്രധാനപ്പെട്ട പല പൊതുമേഖലാ സ്ഥാപനങ്ങളും വിറ്റ് തൊലിച്ചു. ഇന്ത്യയിൽ ആകെ സമ്പത്തിൻ്റെ 60% 5 കുടുംബങ്ങളുടെ കയ്യിലാണ്. ഇന്നിപ്പോൾ ന്യൂയോർക്ക് ടൈംസ് ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. റവന്യൂവിൻ്റെ 60% ആയിരിക്കുന്ന, സമ്പത്തിൻ്റെ 60% ഇരിക്കുന്നത് 5 കുടുംബത്തിൻ്റെ കയ്യിലാണ്. അപ്പോൾ എന്ത് നീതിയാണ്? അതായത് ഭരണത്തിൻ്റെ
ആ ശീതളച്ചായ അല്ലെങ്കിൽ സൗകര്യം ഈ 5 കുടുംബങ്ങൾ കയ്യേറിയിരിക്കുന്നു. അപ്പോൾ ഒരു പൊതുമേഖല സ്ഥാപനം വിറ്റ് തുലയ്ക്കാൻ ഒരു വകുപ്പുണ്ടാക്കിയ രാജ്യത്തിന് എന്തേ പണി പൂർത്തിയാതെ കിടക്കുന്ന 50% മുതൽ 90% വരെ പണി പൂർത്തിയായ നൂറുകണക്കിന് കോടിക്കണക്കിന് സ്വത്ത് കേരളത്തിൽ പോലും അന്യാധീനപ്പെട്ട് കിടക്കാണ്, നാടിന് ശാപമായിട്ട് കിടക്കുക. ഒരു കോൺക്രീറ്റ് ബിൽഡിങ്ങൊക്കെ ഒരു 10-30 വർഷം കഴിഞ്ഞിട്ടും അത് പൂർത്തിയാക്കിയില്ലെങ്കിൽ ആ കോൺക്രീറ്റ് അസാധുവാണെന്നാണ് വേൾഡ് എഞ്ചിനീയറിംഗ് ലോ പറയുന്നത്. ഇപ്പോൾ മേനകയിൽ ഒരു പഴയ ഒരു ഇതുണ്ട്, 10-50 വർഷമായിട്ടേ 3-4 മാനേജർ മാറി. അങ്ങനെ അതെല്ലാം തുരുമ്പിച്ച് അതിപ്പോൾ റീഫിനിഷ് ചെയ്തിട്ട് ഇപ്പോൾ വലിയ ലോഡ് ഓടിക്കും. അത് സുരക്ഷമല്ല. 30 വർഷത്തിൽ കൂടുതലൊക്കെ കോൺക്രീറ്റ് ബിൽഡിങ് പെയിൻറ്റ് ചെയ്തില്ലെങ്കിൽ ആ കോൺക്രീറ്റ് അപ്രസക്തമാണ്, അല്ലെങ്കിൽ അശക്തമാണ്. ഏതോ കൊത്ത വന്നാലും ഇലട്ടുണ്ട് ഒക്കെ സ്വാധീനിച്ച് കൈക്കൂലി കൊടുത്തും കൊടുക്കൽ കൊടുത്തും ഒക്കെ അത് തുടങ്ങി. മേനകയിലുള്ള ഈ പറഞ്ഞ ഒരു പഴയ സ്ഥാപനം അത് ബാംഗ്ലൂർക്കാർ വാങ്ങിച്ച്, പിന്നെ വേറെ ആൾ വാങ്ങിച്ച്, പിന്നെ ലീസ് എടുത്ത്, അങ്ങനെ തർക്കമായിട്ട് വർഷങ്ങൾ 40 കിടന്നത്. 40 വർഷം കഴിഞ്ഞപ്പോഴാണ് കോടതി അങ്ങനെ ഇടപെട്ട് ഒരു ടീം ലേലത്തിൽ വിളിച്ച് അവർ പിന്നെ കോടികൾ മുടക്കി ഇതിപ്പോൾ തുടങ്ങി. നല്ല മുടിഞ്ഞ് കിടന്ന് നന്നാക്കി നല്ലത് തന്നെ. പക്ഷെ അതിൻ്റെ ആ നിയമം തെറ്റിച്ചില്ലേ? 30 വർഷത്തിൽ കൂടുതൽ കോൺക്രീറ്റ് ബിൽഡിംഗ് പ്രതി അതിൽ കൺസീൽഡ് വയറിങ്, അകത്തുള്ള വയറിങ് കണ്ടല്ലോ, അത് ഉപയോഗിച്ച് സമയത്ത് പെയിൻറ്റ് ചെയ്തില്ലെങ്കിൽ തുരുമ്പ് പിടിക്കും, അത് അൺഫിറ്റ് ആണെന്നൊരു ലോ ഉണ്ട്, വേൾഡ് എഞ്ചിനീയറിംഗ് ലോ ഉണ്ട്. ഇന്ത്യയിൽ മാത്രമല്ല, കേരളത്തിൽ മാത്രമല്ല. അതിനൊക്കെ കാറ്റി പറത്തിയാണ് കെട്ടി കോടികൾ മുടക്കി പങ്കിട്ടെടുത്ത് ദീപാവലി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതുപോലെ നശിച്ചു പോകുന്ന അല്ലെങ്കിൽ നശിച്ചുകൊണ്ടിരിക്കുന്ന നൂറുകണക്കിന് മൾട്ടി സ്റ്റോറേജ് ബിൽഡിംഗ് കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളുണ്ട്. കൊച്ചിൻ കോർപ്പറേഷനിലുണ്ട്. ഇപ്പോൾ വാഴക്കാൽ പോകുന്ന വഴിക്ക് മറ്റു പലയിടത്തും വൈറ്റിലെ പോകുന്ന വഴി എത്ര സ്ഥലത്താണ്. അപ്പോൾ ഞങ്ങൾ പറയുന്നത് ഒരു നിർദ്ദേശമാണ്, ഭാഗ്യമാണെങ്കിൽ ചെയ്യാം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കേരള ഗവൺമെൻറ്, പ്രത്യേകിച്ച് സതീശൻ ഗവൺമെൻറ്റിന് കോടിക്കണക്കിന് രൂപയുടെ ഒരു ഗുണം കിട്ടും. ഒരു 10,000 തൊഴിലാളികൾക്ക് പണി കിട്ടും, 1000 എഞ്ചിനീയർമാർക്ക് പണി കിട്ടും, 100 വലിയ വലിയ ഓഫീസേഴ്സിന് പണി കിട്ടും. അങ്ങനെ കോടികളുടെ ഒരു ട്രാൻസാക്ഷൻ നടക്കും. അപ്പോൾ കേസിലാണെങ്കിലും തർക്കമാണെങ്കിലും അവിടെ കിടന്നോട്ടെ. നിങ്ങൾ ഈ കോർപ്പറേഷൻ, ഇപ്പോൾ നമുക്ക് എന്തുണ്ടല്ലോ, എഞ്ചിനീയറിംഗ് കോർപ്പറേഷൻ ഉണ്ട്, PWD കോർപ്പറേഷൻ ഉണ്ട്. അതുപോലെ ഈ ഒരു കോർപ്പറേഷൻ രൂപീകരിച്ചിട്ട് അത് ജില്ലാ അടിസ്ഥാനത്തിൽ കമ്മിറ്റി ഉത്തരവാദിത്വം ഉണ്ടാക്കിയിട്ട് ആ ജില്ലയിൽ എത്ര സ്ഥാപനം കിടപ്പുണ്ടോ അതിനെല്ലാം അന്വേഷിച്ച് അത് തൽക്കാലം ഫണ്ട് സർക്കാരിൽ നിന്ന് എടുത്ത് അത് പണിത് അവർക്ക് വിറ്റ് കംപ്ലീറ്റ് ചാലുമായിട്ട് പോകാം. അത് കഴിഞ്ഞ് കേസ് തീർന്നു വരുമ്പോൾ കേസിൻ്റെ രീതി അനുസരിച്ച് നിങ്ങൾ മുടക്കിയ കാശ് കിട്ടിയാൽ അവർക്ക് കൊടുക്കാം, തർക്കമൊന്നുമില്ല. അതുവരെ നിങ്ങളൊരു മീഡിയേറ്ററായി നിന്നുകൊണ്ട്, ഗവൺമെൻറ് ഒരു മീഡിയേറ്റർ എന്ന നിലയിൽ വെച്ചുകൊണ്ട് അത് കഴിവുള്ള ഉദ്യോഗസ്ഥന്മാരെ വെച്ച് മുന്നോട്ടൊരു പ്രസ്ഥാനം തുടങ്ങിയാൽ എത്ര പേർക്ക് പണിയാവും, എത്ര കോടി ട്രാൻസാക്ഷൻ നടക്കും. ഇതൊക്കെ സതീശൻജിക്ക് അത് ശ്രമിക്കാവുന്നതാണ്. അവിടെ നാടെന്ത് പുരോഗതിയുണ്ട്. നശിച്ചു പോകുന്നു, വീണ് പോകുന്നു ഒക്കെ. ഇപ്പം വൈറ്റിലേക്ക് പോകുന്ന വഴിയിൽ, വൈറ്റിൽ നിന്ന് ഇത് കുണ്ടിനൂർ പോകുന്ന വഴിക്ക് റൈറ്റ് സൈഡിൽ ഒരു ബിൽഡിംഗ് 19-40 വർഷമായിരുന്നു. അയാളെന്തോ ആത്മഹത്യ ചെയ്ത്, ബിൽഡിംഗ് അല്പം ചരിവട്ടുണ്ടായി എന്തോ ആത്മഹത്യ ചെയ്ത്. അതൊക്കെ എന്തെങ്കിലും പരിഹാരം ചെയ്യാൻ പറ്റുമോ നോക്കിയിട്ട്, അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും പോരായി കണ്ടെങ്കിൽ അത് നിർത്താൻ പറ്റുമോ, തീർക്കാൻ പറ്റുമോ, എഞ്ചിനീയേഴ്സ് ശ്രദ്ധിക്കട്ടെ. അതങ്ങനെ ഒരു സ്ഥാപനം ഉണ്ടാക്കിയാലേ അതിന് ഉത്തരവാദിത്വം ചെയ്ത് ഏൽപ്പിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ പല സ്ഥലത്തും രവിയൂർത്തി കിടപ്പുണ്ട്, വൈറ്റിലേക്ക് കിടപ്പുണ്ട്, പലപ്പോൾ എത്രയോ സ്ഥലത്ത് കേരളത്തിൽ അങ്ങോളം നമ്മൾ യാത്ര ചെയ്യുമ്പോൾ, ഞാൻ കേരളത്തിലെ കാര്യം മാത്രം വരുന്നത്, മറ്റു സ്റ്റേറ്റിലെ കാര്യമില്ല. എത്ര 1000 കോടി മുടക്കി അത് വെള്ളത്തിലേക്ക് കിടക്കുന്ന മരിച്ചുപോയവരുണ്ട്, അവകാശികൾ പട്ടിണി കിടക്കുന്നവരുണ്ട്. അവർക്കെല്ലാം ഒരു വരുമാനമാകും, നാടിന് ഉണർവാകും, കുറേ പേർക്ക് ജോലിയാകും. എന്തൊരു ട്രാൻസാക്ഷൻ ആയിരിക്കും. പറഞ്ഞു വരുന്ന ഒരിക്കൽ കൂടി പറയാണ്, അന്യാധീനപ്പെട്ട് കിടക്കുന്ന, പണി പൂർത്തിയാതെ കിടക്കുന്ന വൻകിട ഘട്ടങ്ങളും ചെറുകിട ഘട്ടങ്ങളും ജില്ലാ അടിസ്ഥാനത്തിൽ കമ്മിറ്റി ഉണ്ടാക്കി, അല്ലെങ്കിൽ ഉണ്ടാക്കിയിട്ട് എഞ്ചിനീയേഴ്സിനെ ഏൽപ്പിച്ച് അത് പൂർത്തിയാക്കി കൊടുക്കാനുള്ള ഏർപ്പാട് ചെയ്യണം. അതിനുവേണ്ടി പണം ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാം. എന്താ കുഴപ്പം? സർക്കാരെല്ലാം കൊടുക്കാൻ പറ്റില്ല. ലോൺ എടുത്തിട്ട് ആ ലോൺ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കണം. എന്നിട്ട് കേസ് തീരുമ്പോൾ, തർക്കം തീരുമ്പോൾ, പ്രശ്നം പരിഹരിക്കാൻ വരുമ്പോൾ നിങ്ങൾ ചെലവാശി കഴിച്ചിട്ട് ബാക്കി അവർക്ക് ഏൽപ്പിച്ചോത്തേ, നശിച്ചു പോയില്ലല്ലോ.
ഉദാഹരണം പറഞ്ഞ പടമുകൾ, കാക്കനാട് പടമുകൾ, വാഴക്കാല കഴിഞ്ഞോട് റൈറ്റ് സൈഡിൽ ഒരു 14 കെട്ടിടം, കൂറ്റം കെട്ടിടം വെറും സ്കെൽട്ടനായിട്ട് വാർത്തിട്ടുണ്ട് കിടക്കണത്. അതൊക്കെ ഒരു സമയത്ത് പൊളിഞ്ഞാടി തന്നെ അപകടം ഉണ്ടാവും. അങ്ങനെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം, വിനീതമായി മുഖ്യമന്ത്രിയോട് പറയാം. മുഖ്യ ശ്രദ്ധിക്കണം. പിന്നെ പരാതിയുടെ കാര്യം പറയുമ്പോൾ കഴിഞ്ഞ ദിവസം സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പിന്നെ എന്താണ് നിൽക്കുന്നു, നമ്മുടെ സതീശൻജി ഒരു കസ്റ്റഡിയിലിരിക്കുന്നു, രമേഷ് ജി ഒരു കസ്റ്റഡിയിലിരിക്കുന്നു, അടുത്ത് അതിനപ്പുറത്ത് വേറെ പോലീസ് ഓഫീസിലിരിക്കുന്നു, പിന്നത്തെ ഒരു രാജകീയ കസ്റ്റഡിയിൽ മേയർക്ക് കൊണ്ടുവന്ന് സീറ്റ് കൊടുത്തേക്കാം. അപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്ത്, ആഭ്യന്തരമന്ത്രി സ്ഥാനത്ത്, മേയറുടെ സ്ഥാനത്ത്. മേയർ എന്ന് പറഞ്ഞ സ്ഥലം എസ് ഐ പോലെ ആ കോർപ്പറേഷനിലെ പരമാധികാരിയാണ്, അതിൽ സംശയമൊന്നുമില്ല. ഇപ്പം ഇന്ത്യയുടെ രാഷ്ട്രപതി അല്ലെങ്കിൽ പ്രധാനമന്ത്രി വരികയാണെങ്കിൽ പോലും മേയർക്കാണ് സ്വീകരിക്കാനുള്ള ഫസ്റ്റ് ചാൻസ്, സെക്കൻഡ് ചാൻസ് അവിടെ മുഖ്യമന്ത്രിക്ക്. അതൊക്കെ ശരിയാണ്. പക്ഷേ സ്വാതന്ത്ര്യ സമര ദിനത്തിൽ, ആഘോഷത്തിൽ അവിടെ മേയർക്ക് മുഖ്യസ്ഥാനമൊന്നുമില്ല. അവിടെ മുഖ്യമന്ത്രിക്ക് അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രിക്കൊക്കെയാണ്. മേയർക്ക് മേയറുടെ പരിപാടി വയ്ക്കുകയാണെങ്കിൽ അത് മുഖ്യമാണ്. മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ഒരു പരിപാടിയിൽ മേയർക്ക് ഫസ്റ്റ് സ്ഥാനം ഉണ്ടെന്ന് പ്രോട്ടോകോൾ നോക്കണം, ചെക്ക് ചെയ്യണം. അത് വേറൊരാളെ പിന്നെ രാഷ്ട്രപതി വരുന്നെങ്കിൽ, പ്രധാനമന്ത്രി വരുന്നെങ്കിൽ, ഉന്നത നേതാക്കളാണ് ഡൽഹിയിൽ നിന്നൊക്കെ വരുന്നെങ്കിൽ അത് മേയർക്ക് നല്ല സ്ഥാനമുണ്ട്, സംശയമൊന്നുമില്ല, സ്വീകരിക്കേണ്ടത് മേയറാണ്. പക്ഷേ സ്വാതന്ത്ര്യസമര ദിനം ആഘോഷിക്കുമ്പോൾ അതിൽ മുഖ്യമന്ത്രിക്കാൾ പദവി മേയർക്കുണ്ടെന്നുള്ള കാര്യം പ്രോട്ടോകോൾ ഇൻസ്പെക്ടർ അന്വേഷിക്കട്ടെ. ഇതൊക്കെ ആൾക്കാർ പരാതി പറഞ്ഞു പഠിക്കുന്നേ. പരാതി പറയുന്നത് പരമാവധി ഒതുക്കണം. അതിനർത്ഥം കേരളം ഭരിക്കുന്നത് കോൺഗ്രസ് UDF ആണെങ്കിലും ഫയലിൽ നിൽക്കുന്നത് പണ്ട് പിണറായിയുടെ കാര്യം പറയും പോലെ അതിനേക്കാൾ കഷ്ടത്തിൽ സംഘപരിവാർ ഓഫീസിൽ നിന്നാണ് പോകുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ഭരണം കിട്ടിയോണ്ടല്ലോ ഇനി ഇത് മറ്റൊരു ഭരണം ഈ കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നില്ല. കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും അല്ല ചെയ്യേണ്ടത്. കിട്ടിയ അവസരം ചൂഷണം ചെയ്ത് പരമാവധി പാർട്ടിയായിട്ട് മുങ്ങി BJPക്ക് സപ്പോർട്ട് ചെയ്ത് പോകാവുന്ന രീതിയിലൊക്കെ ചിന്തിക്കുന്നില്ല എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അത് ഞാനൊരാൾ വരുന്നല്ല, മറ്റു പലരും പറഞ്ഞ് കേട്ട് ഞാൻ പറഞ്ഞു. അപ്പം അങ്ങനെ പരമാവധി ഒരു സംശയത്തിന് ഇട നൽകാതെ, അത് സീസന്റെ ഭാര്യയും കൈ ശുദ്ധമായിരിക്കുമെന്ന് പറയും പോലെ ഇട നൽകാതെ ഒക്കെ ഉണ്ട്. സതീശൻജി, വേണുജി, മറ്റേ ജി ഒക്കെ ഉണ്ടല്ലോ. ഇപ്പം മലപ്പുറത്ത് വേണുജിയെ കൊണ്ടുവന്ന് ഒരു പ്രത്യേക പരിപാടിയൊക്കെ വെച്ചാൽ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിക്കുള്ള വേണുജിയെ ഡൽഹിയിൽ നിന്ന് വിളിച്ചുകൊണ്ടുണ്ട്. മലപ്പുറത്ത് തന്നെ ഇപ്പോഴത്തെ സതീശൻ ഗവൺമെൻറ്റിൽ സതീഷിനെതിരെ, ആഭ്യന്തരമന്ത്രിക്കെതിരെ ശക്തമായ ഒരു ഗ്രൂപ്പ് വളർന്നു വരികയാണ്. വൈദ്യം കൽപ്പിച്ചതും രോഗി ഇച്ഛിച്ചതും പാൽ തന്നെ എന്ന് പറയും പോലെ വേണുഗോപാൽ എന്താണോ ആഗ്രഹിച്ച് അത് ഇവരിപ്പോൾ സഹായം ഒപ്പിച്ചു കൊടുക്കുക. അതാണ് അർഹതപ്പെട്ടവർക്ക് അനർഹർക്ക് കിട്ടുമ്പോൾ അധികാരം കിട്ടി. അങ്ങനെയൊക്കെയാണ്. അർഹത ഉള്ളവരാണെങ്കിൽ അതൊക്കെ അത് കൈകാര്യം ചെയ്യാൻ അവർക്ക് അറിയുകയും ചെയ്യാം. ഇതിപ്പോൾ സതീഷിനെ എങ്ങനെയോ ഒത്ത് കിട്ടിയതാണ്, വലിയ അധ്വാനം കൂടാതെ. അതുപോലെ രമേശിയും ഒത്ത് കിട്ടിയാണ്, ഒരു അധ്വാനം ചെയ്യാതെ. അപ്പോൾ ഒരു വിലയില്ല. ഞാൻ സോണിയയുടെ കാര്യം പോലെയാണ്. സോണിയാജി അധ്വാനിച്ച് അല്ലെങ്കിൽ കഷ്ടപ്പെട്ട് കിട്ടിയ സ്ഥാനമാണെങ്കിൽ അവർ അത് ശ്രദ്ധിക്കില്ലേ? ഇത് ശ്രദ്ധിച്ചോ? കൊടി ഉയർത്തി നോക്കിയില്ല, ഇടയ്ക്ക് കൊടി ചാടിപ്പോയി. ഇന്നിപ്പോൾ വന്ദേമാതരം മുഴുവൻ പാടിപ്പോൾ കണ്ണും കാലും കാണിച്ചിട്ട് കാര്യമുണ്ടോ? ജനങ്ങൾ പഴയതുപോലെ വളരെ ബോധേടാണ്, വളരെ ബോധവന്മാരാണ്, വളരെ സമർത്ഥരാണ്. അവർക്ക് എല്ലാം മനസ്സിലാവും. അപ്പം ഞാൻ എന്ത് മണ്ഡലത്തിനെ പറഞ്ഞാലും ജനങ്ങൾ പറ്റൂല, അവർക്കത് മനസ്സിലാവും. എന്നേക്കാൾ കൂടുതൽ വിവരമുള്ളവരാണ് എൻ്റെ അണികൾ അല്ലെങ്കിൽ ജനങ്ങൾ. അവിടെ ഞാൻ പറയുമ്പോൾ വളരെ സൂക്ഷിച്ചു വേണം, ശ്രദ്ധിച്ചു വേണം, ശ്രദ്ധയോടുകൂടി വേണം പറയാൻ. ഇത് മന്ത്രിമാർക്കും ബാധകമാണ്. അത് ലീഗിൻ്റെ മന്ത്രി PM ബഷീർ ആരാണ്? സീതി ഹാജിയുടെ മകനാണ്. സീതി ഹാജിയെ കുറിച്ച് പറയുന്നുണ്ട്, കടലിൽ മഴ പെയ്യുന്നത് മരം ഉണ്ടായിട്ടാണെന്നൊക്കെ പറഞ്ഞുള്ള തമാശയാണെങ്കിലും മണ്ടത്തിലാണെങ്കിലും മണ്ടത്തുല്യല്ലേ ഒക്കെ. ആ തമാശ മണ്ടത്തുല്യാണ്. ഒരു മന്ത്രിയിൽ നിന്ന് വരാൻ പാടില്ല. അപ്പോൾ സീതി ഹാജിയുടെ മകൻ ബഷീർ ഹാജി ഇപ്പോഴത്തെ മന്ത്രിയാണ് കേരളത്തിൽ. ഇത് മുമ്പുള്ള ബഷീർ അല്ല. മുമ്പുള്ള ബഷീർ ഒരു MLA അല്ലെങ്കിൽ ഒരു പാർട്ടി ലീഡറാണ്. മുസ്ലിം ലീഗിൻ്റെ പാർട്ടി ലീഡർക്ക് എന്തും പറയാം, അത് രാഷ്ട്രീയമാണ്. ഒരു മന്ത്രി എന്ന് പറയുമ്പോൾ അവർക്ക് ഉത്തരവാദിത്തമായി അതിന് പ്രോട്ടോകോളൊക്കെ വരും. അത് ട്രിവാൻഡ്രത്ത് ഒരു കാറ്ററിംഗ് യൂണിറ്റിൽ
ഞാൻ PWD മന്ത്രിയാണെന്ന് പറഞ്ഞ് തന്നെ പരിചയപ്പെടുത്തിയാണ് പുള്ളി അവർക്ക് പുകഴ്ത്തി സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. എൻ്റെ ബഷീറെ, പണ്ടേ ദൂരെ പിന്നെ ഗർഭിണി തമ്മിൽ പണ്ടേ ലീഗിനെ കുറിച്ച് ഒരുപടി പരാതിയുണ്ട്. അത് നിങ്ങൾ ഒന്നും കൂടി ആക്കണം. കുറച്ചുകൂടെയൊക്കെ ബുദ്ധിപൂർവ്വം, ശ്രദ്ധാപൂർവം, നയപൂർവ്വം, യുക്തിപൂർവ്വം, ക്ഷമാപൂർവം ചെയ്യണ്ടേ, എടുത്തിയാടാതെ. നിങ്ങൾ കുഞ്ഞാലിക്കുട്ടി കണ്ടുപിടിക്കും. കുഞ്ഞാലിക്കുട്ടി ഒരു വാക്ക് പാടെങ്കിൽ, കുഞ്ഞാലിക്കുട്ടി ഉമ്മൻചാണ്ടിക്ക് ഒരു വാക്ക് പാടെങ്കിൽ എത്ര ആലോചിച്ചാണ്. ബഷീറിന് അല്ലെങ്കിൽ പിന്നെ എന്താണ് ഷാജിക്കൊന്നുമില്ല, മൺ വായിൽ ഞാൻ വിളിച്ചു പറയും ഞാൻ ആരാണ്. ഞാൻ സംസ്ഥാനത്തെ മന്ത്രിയാണ്, ഒരു സാധാരണ നേതാവല്ല. ഞാൻ CP ജോൺജിയോട് പറഞ്ഞ ജോൺജി പണ്ട് CMPയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. ആ CMPയുടെ സംസ്ഥാന സെക്രട്ടറി എന്തും ചെയ്യാൻ കുഴപ്പമില്ല, പാർട്ടിയാണ്. ഇന്നത്തെ മന്ത്രിയാണ്, രാജ്യത്തെ മന്ത്രിയാണ്, ഒരുപടി ഉത്തരവാദിത്വമാണ്. അദ്ദേഹത്തിന് ഓരോ വാക്കിനും അർത്ഥതലങ്ങളുണ്ട്, ഇതുണ്ട്. എന്തേ ശ്രദ്ധിക്കാത്തത്? അപ്പോൾ ഇവർക്കൊന്നും ഇൻ സർവീസ് കോഴ്സ് കൊടുക്കേണ്ട. ഈ മന്ത്രിമാർക്കും MLA-മാർക്കും നിർബന്ധമായിട്ടും അവർക്ക് ഇൻ സർവീസ് കോഴ്സ് 2 ആഴ്ച കൊടുക്കണം. മാറി 150 പേരുണ്ടെങ്കിൽ ഒരു 10 പേര് വെച്ചാൽ 20 പേര് വെച്ച് ഗ്രൂപ്പ് ചെയ്ത് വെച്ചാൽ എല്ലാവരും കൊടുത്ത പിന്നെ ആകെ വേണം പോവില്ലേ? അങ്ങനെ കൊടുക്കണം. അതിന് സിലബസ് തയ്യാറാക്കണം. ഇൻ സർവീസ് കോഴ്സ്, അധ്യാപകർ ഇൻ സർവീസ് കോഴ്സ് ഉണ്ട്. അതുപോലെ ഇവർക്ക് ഇൻ സർവീസ് കോഴ്സ് നടത്തണം. ഒരു 20 പേര് വെച്ച് 7 ബാച്ച്, ഒരു ബാച്ചിൽ 2 ആഴ്ച അല്ലെങ്കിൽ 10 ദിവസം. അതിൽ എങ്ങനെ പബ്ലിക് ബിഹേവിയറെ കുറിച്ച് പറയണം, എങ്ങനെ ബുദ്ധിപൂർവ്വം ഉപയോഗിക്കുന്നതിനെ കുറിച്ചാണ്. ഇപ്പോൾ പോലീസിന് പട്ടാളത്തിൽ ട്രെയിനിങ് കൊടുക്കുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് തന്ത്രപൂർവ്വം പ്രയോഗിക്കുന്നതൊക്കെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ഡോക്ടേഴ്സ് വരെ ഉണ്ട്, പോലീസുണ്ട്, ഒരു ആൾക്കൂട്ടത്തെ എങ്ങനെ തന്ത്രമായിട്ട് ഒഴിവാക്കാന്നൊക്കെ. അതുപോലെ MLA-മാർക്കും മന്ത്രിമാർക്കും കൊടുക്കണം ഇൻ സർവീസ് കോഴ്സ്. ഇൻ സർവീസ് കോഴ്സ് പേര് പറയാൻ പറ്റില്ല. സർവീസിലുള്ള ഇപ്പോൾ സർവീസ് അല്ല, ജോലിയല്ല, ഇത് സേവനമല്ലേ. അങ്ങനെ കൊടുക്കണം. അത് എവിടെ ചിന്തിക്കാൻ, എങ്ങനെ കിട്ടി 4-5 വർഷം കൊണ്ട് പരമാവധി ഒന്നും ഉണ്ടാക്കാനുള്ള ശ്രമം അല്ലാതെ എന്ത് നാട് എന്നൊക്കെ എന്ത് കാര്യം മാത്രം പ്രസക്തമായിട്ട് പറയുന്നത് മണ്ടത്തിലല്ലേ പറയുന്നു. മന്ത്രിയാണെന്നുള്ള ആ ഒരു സ്റ്റാൻഡേർഡ് അഹങ്കാരമല്ല. ഇപ്പോൾ ചൈനയിൽ പോലും വലിയ റാങ്കുള്ള ആൾക്കാരും തൊഴിലാളിയൊക്കെ ഉണ്ട്. ആ റാങ്ക് വ്യത്യാസമുണ്ട്. കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും കമ്മ്യൂണിസ്റ്റോ അല്ലെങ്കിൽ തൊഴിലാളി രാജ്യമാണെങ്കിലും അവിടെ വ്യത്യാസമുണ്ട്. മുതലാളിത്ത രാജ്യം പോലെയല്ല അവിടെ, എങ്കിലും വ്യത്യാസമുണ്ട്. അതുപോലെ നിങ്ങൾ മന്ത്രിയാണ്, മന്ത്രിയുടേതായ രീതിയിൽ പെരുമാറണം. അത് കോഴ്സ് എല്ലാം തികഞ്ഞ ഒരാളുണ്ടാവില്ല. അത് ട്രെയിനിങ് തന്നെ കൊടുക്കണം. അപ്പോൾ 20 പേര് വെച്ചുള്ള 7 ബാച്ച് ഉണ്ടാക്കിയിട്ട് ഒരു 10 ദിവസം 2-4 മണിക്കൂർ ദിവസം കൊടുത്ത് പല സെക്ഷൻപ്പെട്ടു ക്ലാസ് എടുത്ത് ഒരു ബോധവൽക്കരണം ചെയ്യണം. മനുഷ്യൻ സാമൂഹിക ജീവിയാണ്. അവനെന്താ വേണ്ടത്? പ്രതികരണശേഷി വേണം. പ്രതികരണശേഷി വേണമെങ്കിൽ അത് ബോധവൽക്കരണം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പണി വരുന്നു. അതുപോലെ ഈ മന്ത്രിമാർക്കും MLA-മാർക്കും സർക്കാർ മിഷണറി ഒരു ബോധവൽക്കരണ പരിപാടി. അതിന് വേണം നമുക്ക് ഇൻ സർവീസ് കോഴ്സോ അല്ലെങ്കിൽ ആന്തരിക പ്രാക്ടീസോ എന്തുവേണമെങ്കിൽ പേരിട്ടു, അതൊക്കെ നിങ്ങൾ പേരിട്ടു, കുഴപ്പമില്ല. അതൊക്കെ ചെയ്യണം. എന്ത് ഉത്തരവാദിത്വം, എങ്ങനെയാണ് ഒരാൾക്കൂടെ നിയന്ത്രിക്കുന്നത്, എങ്ങനെയാണ് വാക്കുകൾ എങ്ങനെ പ്രയോഗിക്കാം, വാക്കുകൾ അർത്ഥം. അതായത് അക്ഷരങ്ങൾ ചേരുമ്പോൾ വാക്കുകളാവും, വാക്കുകൾ ചേരുമ്പോൾ വാചകമാവും. അതാണ് ഫിലോസഫി. അക്ഷരത്തിന് അർത്ഥമില്ല, വാക്കിന് അർത്ഥമുണ്ട്, വാചകത്തിന് ആശയമുണ്ട്. ഇപ്പം മാ എന്ന് പറഞ്ഞാൽ അക്ഷരമാണ്, അതിനർത്ഥമില്ല. മരണം എന്ന് പറഞ്ഞാൽ അതിനർത്ഥമുണ്ട്. രാമൻ മരിച്ചു എന്ന് പറയുമ്പോൾ അതിന് ആശയമുണ്ട്. രാമൻ എന്നാണ് മരിച്ചത്, ആശയം. മരണത്തിന് ആശയമില്ല. അതേപോലെ വാക്കുകൾ ചേർന്നാൽ വാക്കുകൾക്ക് അർത്ഥമില്ല, വാക്കുകൾ ചേർന്നാൽ വാചകമാവും, വാചകത്തിന് ആശയമുണ്ട്, വാക്കിന് അർത്ഥമുണ്ട്. ഇതൊക്കെ എന്ത് കാലത്താണ് ഇനി ഈ പ്രധാനമന്ത്രി മുഖ്യമന്ത്രി ഒക്കെ പഠിക്കുകയോ അല്ലെങ്കിൽ ഇവരെ പഠിപ്പിക്കുകയോ ചെയ്യുന്നത്? പ്രധാനമന്ത്രിയല്ല, മുഖ്യമന്ത്രി നമ്മുടെ സംസ്ഥാനത്തെ തൊട്ടേനും പിടിച്ച് ആരോടുണ്ടാക്കുന്നല്ലാതെ. കാരണം ചിലർക്ക് അതെന്നറിയോ, വിമർശിൽ കൂടി ഇന്ത്യയിലെ പുള്ളിക്ക് ഉറക്കം വരുള്ളൂ. വിമർശനത്തിലെ ഉറക്കം വരുള്ളൂ. ഉമ്മൻചാണ്ടിക്ക് ആൾക്കൂട്ടയിലെ ഉറക്കം വരുള്ളൂ. കാരണം റെയിൽവേ സ്റ്റേഷനിലെ തീവണ്ടിയുടെ ശബ്ദം കേട്ട് ശീലിച്ചു അതിൽ ഈ ഉറക്കം വരില്ല. നമുക്കാണെങ്കിൽ ആദ്യം അടി ചെന്ന റെയിൽവേ സ്റ്റേഷനിൽ നമുക്ക് ഉറക്കം വരും, കാരണം തീവണ്ടി ഒന്നുകൊണ്ടിരിക്കുമ്പോഴേ. അതാണ് അനുഭവം വ്യത്യസ്തമാണെന്ന് ആധുനിക മനഃശാസ്ത്രം പറയുന്നത്. നിങ്ങളുടെ അനുഭവമല്ലേ എൻ്റെ അനുഭവം നിങ്ങളുടെ. ഇതൊക്കെ ഏത് കാലത്താണ്? ഞാൻ ഒരു കാര്യം പയ്യന്ന് നിർത്താം, വേറൊന്നുമല്ല. ഇന്ന് രാവിലെ എൻ്റെ മകളായിട്ട് ഞാൻ പോയപ്പോഴും, മകളെ ഓഫീസ് കൊണ്ടാക്കിയ ഞാൻ പോകുന്ന വഴിക്ക് എനിക്ക് മനസ്സിലാക്കി പല കാര്യം ഞാൻ ആ ഒരു 10-15 മിനിറ്റ് പറഞ്ഞു കൊടുക്കും. ആയിക്കോട്ടെ, രക്ഷകർത്താക്കളുടെ ഫീസില്ലാത്ത വക്കീലാണ്. അവർ 10-60 വർഷം മനസ്സിലാക്കിയ കാര്യം മക്കൾക്ക് ഫീസില്ല പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ ഞാൻ എൻ്റെ എല്ലാ മക്കളും പറഞ്ഞിട്ടുണ്ട്, ഇവാൾ വരെ. അതായത്
ഒരു വിളക്ക് കത്തിക്കൊണ്ടിരിക്കുന്നു, ഒരു തിരുനാളം. ആ നമ്മൾ ഊത് ചെയ്യുമ്പോൾ അത് കെട്ടുപോകുന്നു. അപ്പോൾ ഇത് ശാസ്ത്രം പറയുന്നത് ആ തിരുനാളം കെട്ടുപോകുന്നില്ല, അത് പ്രകാശ വേഗതയിൽ സഞ്ചരിക്കുകയാണ്. ആ വേഗതയിൽ നമ്മൾ സഞ്ചരിക്കാൻ നമുക്ക് ആ പ്രകാശം നമ്മൾ കാണാൻ പറ്റും, പക്ഷെ നമുക്ക് സഞ്ചരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മിൽ നിന്ന് അത് അപ്രത്യക്ഷമായി. അപ്പോൾ അത് വെളുക്കണഞ്ഞു. എന്ത് വലിയ ശാസ്ത്രം നോക്കി, എത്ര പേർക്കറിയാം ഈ കാര്യം? ഞാനൊക്കെ 19 വർഷം മുമ്പ് പഠിച്ച് മനസ്സിലായി കാര്യം. ഈ പരന്ന വായന്ന് കിട്ടുന്നതൊക്കെ അല്ല, പഠിക്കുക കിട്ടുന്നതല്ലല്ലോ. ഞാൻ സംശയം ചോദിക്കാം, ഇതാണ് ഒരു തീനാളം അല്ലെങ്കിൽ തിരിനാളം നമ്മൾ ഊതിക്കടത്തിയാൽ ആ നാളം പോകുന്നില്ല, അത് നാളം പ്രകാശവേഗതയിൽ സഞ്ചരിക്കുകയാണ്. ആ പ്രകാശവേഗതയിൽ സഞ്ചരിച്ചാൽ നമുക്കത് കാണാൻ പറ്റും, പക്ഷെ നമുക്ക് സാധിക്കില്ല. അതുകൊണ്ട് അത് നമ്മളിൽ നിന്ന് അപ്രത്യക്ഷമായി. നമ്മൾ പറയുന്നത് വെളിവ് കാണഞ്ഞോ, തീനാളം അണഞ്ഞു. ഇതാണ് കാര്യം. അപ്പം ബഹുമാനപ്പെട്ട എൻ്റെ സഹോദരങ്ങളെ, സഹോദരിമാരെ, കാര്യങ്ങൾ കുറച്ചുകൂടി മനസ്സിലാക്കി മുന്നോട്ട് പോകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കാം. ഇതിൽ എന്തൊരു കാര്യം ഞാൻ സൂചിപ്പിക്കുന്നു. ഒരു ക്രിസ്തീയ സഭ പാതിരി പോലെ ഉണ്ട് കണ്ടിട്ട്, പക്ഷെ പാതിരില്ല. അദ്ദേഹം പറഞ്ഞു 75 ലക്ഷം ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നു. എന്നിട്ടൊരു വാക്ക് പറഞ്ഞ് ബാക്കിയെല്ലാം അദ്ദേഹം പറഞ്ഞ അവന്മാർ 90 ലക്ഷം ഉണ്ട്, അവരെല്ലാം കൂടാണ് അവന്മാർ. മനസ്സിലായല്ലോ, ഇതൊരു മനഃശാസ്ത്ര കൂട്ടായ്മയാണ്. ആ അച്ഛൻ്റെ അല്ലെങ്കിൽ അച്ഛനാകാൻ പോകുന്ന ആളെ അല്ലെങ്കിൽ അച്ഛൻ ആയ ആളുടെയൊക്കെ മനസ്സെന്താണ്? അവന്മാർ എന്ന് പറയുമ്പോൾ ആരെയാണ്? ഇവിടുത്തെ മുസ്ലിങ്ങളെ പറഞ്ഞത്. സ്വന്തം സഹോദരൻ, ഇത് ഒരേ തൂവൽ പക്ഷികളാണ് ക്രിസ്ത്യാനി മുസ്ലിം ഇന്ത്യയിൽ. ഒരേ തൂവൽ പക്ഷികൾ പരസ്യം ബന്ധമുണ്ടാകും. അപ്പോൾ അത്ര കണ്ട് ഇദ്ദേഹം ക്രിസംഖ്യയാണ്. അത്ര കണ്ട് ക്രിസംഖ്യകൾ ഇവിടെ സംഘർഷം ഉണ്ടാക്കണം, ജാതീയ സംഘടന ഉണ്ടാക്കാനും കേട്ട് പരമാവധി ശ്രമിക്കണം. അത് ഇസ്രായേലിലെ മറ്റ് വിദേശ രാജ്യങ്ങളിലൊക്കെ പണം വാങ്ങിയിട്ടാണ് ഇവിടെ അരക്ഷ ഉണ്ടാക്കുന്നത്. നമ്മൾ RSS ചില ചെയ്തികൾ നമ്മൾ എതിർക്കും, പക്ഷെ എന്ന് വെച്ചാൽ രാജ്യത്തെ എതിർക്കാൻ പാടില്ല. ഇത് രാജ്യത്തെ എതിർക്കാനാണ് ഈ ഷണ്ട് ഉണ്ടാക്കി വർഗീയതകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇവർ ശ്രമിക്കുന്നത്. അല്ല നാട് നന്നാക്കാനല്ല, ക്രിസ്ത്യാനികൾ നന്നാക്കാനുമില്ല. അതേമാണ് ക്രിസ്ത്യൻ സമുദായം ജനസംഖ്യ കുറഞ്ഞു വരാണ്. അതൊക്കെ സമ്മതിച്ചു. അതാരെ കുറ്റം? അവന്മാരെന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളാണ് ഉത്തരവാദി അല്ലല്ലോ. അത് അവർ തന്നെ, അവർ പ്രസവിക്കുന്നില്ല. പ്രസവിച്ചാൽ ഒരു പ്രസവം, ബാക്കി പ്രായപൂർത്തിയൊക്കെ നേരെ അമേരിക്ക, റഷ്യയിൽ അങ്ങോട്ട് പോകുന്നു, അവരിങ്ങോട്ട് വരുന്നുമില്ല. അങ്ങനെ ആൾ കുറഞ്ഞു പോകുന്നു. അതിന് മുസ്ലിങ്ങളാണ് ഉത്തരവാദി, അല്ലെങ്കിൽ ഇന്ത്യ ഗവൺമെൻറ്റാണ് ഉത്തരവാദി, RSS ആണ് ഉത്തരവാദി അല്ല, നിങ്ങൾ അവർ തന്നെ. അങ്ങനെയുള്ള മാന്യദേഹം പറയാണ് അവന്മാർ 90 ലക്ഷം ഉണ്ട്, അവന്മാർ ഇതെല്ലാം കൂടെ ഉണ്ട്. എന്തൊരു വിരോധാഭാസം, എന്തൊരു തട്ടിപ്പ്, എന്തൊരു വൈരാഗ്യ ബുദ്ധി പറഞ്ഞു നോക്കി. ആരാണ് ഊഹിസ് അവന്മാർ? ഈ അവന്മാർ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ പൗരന്മാരായ മുസ്ലിങ്ങളെ കുറിച്ചാണ്. 90 ലക്ഷം എന്ന് പറഞ്ഞാണല്ലോ. എന്നാൽ 90 ലക്ഷം അല്ലയുടെ പാതിരി 40% മൂന്നുണ്ട്. 1,40,00,000 വരുന്നുണ്ട് റൗണ്ട് ബോട്ട്. ക്രിസ്ത്യൻ സമുദായത്തിൽ കുറഞ്ഞൊരു 5% ആരാണ്? കണക്കോട്ട് ക്രിസ്ത്യനാണ്. അത് ക്രിസ്ത്യാക്കാൻ പറ്റില്ല, പുലേരാണത്. ബാക്കി 10% എന്ന് പറഞ്ഞാൽ ഇതൊരു 30 ലക്ഷം ഉള്ളൂ. ഇപ്പോൾ കുറഞ്ഞ് പോയിടോ. നിങ്ങൾ കുട്ടികൾ ഉണ്ടാക്കുന്നില്ല, നമുക്ക് സങ്കടമുണ്ട്. ഞാനൊരിക്കൽ ജീവിതപത്രത്തിൽ എഴുതിയില്ലോ, ഈ നിലക്ക് പോയി 2050 ആകുമ്പോഴേക്കും ക്രിസ്ത്യൻ സമുദായം ഉണ്ടാവില്ലെന്ന്. അപ്പോൾ എന്നോട് അതിൻ്റെ റിപ്പോർട്ട് വെച്ച് നിങ്ങൾക്കത് ഇത്ര താല്പര്യം? ഞാൻ ഇന്ത്യക്കാരാണ്. ഇന്ത്യയിലെ എല്ലാ വിഭാഗവും, ഒരു വിഭാഗം നന്നാകുന്നു, ഒരു വിഭാഗം അത് മോശമാകുന്ന ആപത്താണ്, അപകടമാണ്. നമുക്ക് സമ്മതിക്കാൻ പാടില്ല. ഒരു നാടിൻ്റെ പുരോഗതി എന്ന് പറഞ്ഞാൽ ആ നാട് എല്ലാവരുടെയും എല്ലാ മേഖലയും പുരോഗതിയാണ്. അതാണ് മനുഷ്യസ്നേഹ മൊയ്തീൻ ഷാ, അതാണ് നീതിമാനെ മൊയ്തീൻ ഷാ. അതുകൊണ്ടാണ് പറഞ്ഞത്. അല്ല കൃത്യ സമുദായത്തിൽ പ്രത്യേക സ്നേഹം ഉണ്ടായിട്ടോ അല്ലെങ്കിൽ മുസ്ലിം സമുദായം പ്രത്യേക ഏർപ്പെടേണ്ട ഒന്നുമല്ല. അതിനെക്കുറിച്ച് പരിഹാരം കാണണം. അത് അദ്ദേഹം അതിന് പോയിന്റ് ശരിയാണ്. അച്ഛന്മാർ സുഖലൂല് 90 ലക്ഷം 80 ലക്ഷം 60 ലക്ഷമുള്ള കാൽ നടക്കുന്നു. പിന്നെ കൃഷി പോയി കാട് കയ്യേറി പണിത് കഷ്ടപ്പെട്ട് സമ്പാദിച്ച് അതിൽ നല്ല ശതമാനം പള്ളിക്ക് വേണ്ടി കൊടുത്ത് അവരിപ്പോൾ അന്വേഷിക്കുന്നില്ല, അവർ കഷ്ടത്തിലാണ്, വന്യമൃഗങ്ങൾ ആക്രമിക്കുക, ഒക്കെ ശരിയാണ്. അതൊക്കെ അദ്ദേഹം ശരിയാണ്. അത് ആരാ ഉത്തരവാദി? വന്യമൃഗങ്ങൾ ആക്രമിക്കും. കാരണം ഈ കാട്ടുകയർ കയ്യേറിയിട്ടാണ്. അതിൽ നിന്ന് കയ്യേറും, പിന്നെ മന്ത്രി ലെവലിൽ പടച്ചു കൊടുക്കും. കാട്ടുകാർ മൃഗങ്ങൾക്കും ജീവിക്കട്ടെ. അവരെന്താണ് ഈ ഗ്രാമത്തിലേക്ക് വരുന്നത്? അവരുടെ ആവാസ കേന്ദ്രം കൈയേറുമ്പോൾ അവർക്ക് വെള്ളം കുടിക്കാനും ഭക്ഷണം കഴിക്കാനും നാട്ടിലേക്ക് ഇറങ്ങേണ്ടി വരും. അപ്പോൾ ഒരു പരിധി വരെ കുറ്റം നമ്മുടെ തന്നെ മൃഗങ്ങളിലല്ല. ഇത്രയും കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്താൻ. നിങ്ങൾക്ക് ഒരായിരം നന്ദി. ജയ് ഹിന്ദ്.